എന്റെ കയ്യിൽ എന്നതാണ് ഒരു യെല്ലോ കാർഡാണ്. എന്ത് കാര്യത്തിനാണിത്? ഈ യെല്ലോ കാർഡ് ഇപ്പൊ കാണിക്കുന്നു, ഇത് അടുത്ത പ്രാവശ്യം ചുമപ്പ് കാർഡായിട്ട് മാറും. ആ കാർഡ് കാണിക്കുന്ന വ്യക്തിക്ക് എന്റെ അടുത്തേക്ക് വരികയും ചെയ്യാം. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഇത് ആർക്കാണെന്ന് മനസ്സിലായോ? ആറോ എന്തോ എഴുന്നേറ്റ് നെല്ലി നമ്മളെ രണ്ടാളെയും വിത്തരിക്കാൻ പോവുകയാണ്. അഭിഷേക് ശ്രീകുമാർ എന്തിനാണെന്ന് മനസ്സിലായോ? എന്തിനാണ് പറയൂ, കമ്മ്യൂണിറ്റിയെ പറഞ്ഞതിന്റെ പേരിലായിരിക്കും. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് അന്നത്തെ ചോരത്തിളപ്പിന് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ആ വാക്കുകളിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റി. വിവരക്കേട് സമയം നോക്കാതെ നാക്കിൽ മുളയ്ക്കുന്ന സൂക്കറുണ്ട് എനിക്ക്. നിങ്ങൾ വലിയ കരളിന്റെ കുരുക്കളല്ലേ, ക്ഷമിച്ചാളെ. കാര്യം ഇത് ഞങ്ങളുടെ പോളിസിക്കെതിരാണ്. അടുത്ത പ്രാവശ്യം ഇതായിരിക്കില്ല. ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. കാണിച്ചാൽ നല്ല തല്ല് കിട്ടും. വീണ്ടും റൂൾ ബ്രേക്കിംഗ് നടത്തിയ പല ആൾക്കാരും ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ നമുക്ക് പിടിക്കാം. തന്നെയാ വിളിക്കുന്നേ. നമ്മൾ പല പ്രാവശ്യം ഷായോട് ഇവിടുന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ ഫുള്ള് അകത്ത് പറയണമെന്ന് ഒരു വലിയ നിർബന്ധമുണ്ട്. റൂൾ ബുക്ക് വായിച്ചാണ്. അങ്ങനെ റൂൾ ഉണ്ടോ പറയാൻ പാടില്ലെന്ന്? പൊന്നു മുതലാളി മാപ്പാക്കണം, അബദ്ധം സംഭവിച്ചു പോയി. അതായത് റൂൾ അറിഞ്ഞൊരു ഷോ പഠിച്ച് ഇതിനെക്കുറിച്ച് വളരെ ധാരണയുള്ള ഒരാളാണ്. ഇവൻ പൊട്ടനാണ് മുതലാളി. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ രണ്ടോ പ്രാവശ്യം ആ പർട്ടിക്കുലർ ആളുടെ ഫാമിലിയോ അല്ലെങ്കിൽ മറ്റവരെ കുറിച്ച് പറഞ്ഞത് മനഃപൂർവ്വമാണെന്നുള്ള ധ്വനി വന്നു. സാറിന്റെ ഒബ്സർവേഷൻ കറക്റ്റാ. താങ്ക് യു. അങ്ങനെ വേണേലും നമുക്ക് ചിന്തിച്ചൂടെ? കൈൻഡ് ഓഫ് ഗെയിം തന്നെയാണ്. അവരെ സപ്രസ് ചെയ്യാനും അവരെ മെന്റലി തളർത്താനുമായിട്ടുള്ളൊരു പ്രക്രിയ ആയിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതെ അതെ, ഗെയിമാണ് സർ. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അത്തരം അറിവ് ഒരാൾക്ക് പകർന്നു കൊടുത്തിട്ട് പുറത്ത് നടക്കുന്ന അവരിലുണ്ടാക്കിയ ഒരു മാനസിക ആഘാതം വളരെ വലുതാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അത് മനഃപൂർവ്വം ചെയ്താണോ? അങ്ങനെ ആക്കാൻ വേണ്ടി ചെയ്താണോ? അങ്ങനെ വേണേലും നമുക്ക് ചിന്തിച്ചൂടെ? കൈൻഡ് ഓഫ് ഗെയിം തന്നെയാണ്. അതിവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ വിത്തി കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല സാറ് വിഷമിക്കണ്ട. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും.